ഓം ശാന്തി. 17-12-2025 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, നിങ്ങൾ മനസ്സാ വാചാ കർമ്മണ വളരെ വളരെ സന്തോഷത്തിൽ കഴിയണം. എല്ലാവരെയും സന്തോഷിപ്പിക്കണം. ആർക്കും ദുഃഖം കൊടുക്കരുത്. ചോദ്യം: ഡബിൾ അഹിംസകരായി മാറുന്ന കുട്ടികൾ ഏത് കാര്യം ശ്രദ്ധിക്കണം? ഉത്തരം: 1. ആർക്കും ദുഃഖമുണ്ടാകുന്ന തരത്തിലുള്ള ഒരു വാക്കും വായിൽ നിന്ന് വരാതെ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടെന്നാൽ വാക്കുകളിലൂടെ ദുഃഖം നൽകുക എന്നതും ഹിംസയാണ്. 2. നമ്മൾ ദേവതകളായി മാറാൻ പോവുകയാണ്. അതിനാൽ പെരുമാറ്റം വളരെ കുലീനമായിരിക്കണം. കഴിക്കുന്നതും കുടിക്കുന്നതും വളരെ ഉയർന്നതോ വളരെ താഴ്ന്നതോ ആകരുത്. ഗീതം: ബലവാന്റെ യുദ്ധം നിർബലനുമായി. ഓം ശാന്തി. മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് ബാബ ദിവസേന മനസ്സിലാക്കി തരുന്നു. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കിയിരുന്ന് ബാബയെ ഓർമ്മിക്കൂ. അറ്റൻഷൻ പ്ലീസ് എന്ന് പറയാറില്ലേ? അതിനാൽ ബാബ പറയുന്നു, ഒന്ന് ബാബയിലേക്ക് ശ്രദ്ധിക്കൂ. ബാബ എത്ര മധുരമാണ്. ബാബയെ പറയുന്നത് തന്നെ സ്നേഹത്തിൻ്റെ സാഗരനെന്നും ജ്ഞാനത്തിൻ്റെ സാഗരനും എന്നാണ്. അതിനാൽ നിങ്ങൾക്കും സ്നേഹിയായി മാറണം. മനസ്സാ വാചാ കർമ്മണ ഓരോ കാര്യത്തിലും നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായിരിക്കണം. ആർക്കും ദുഃഖം നൽകരുത്. ബാബയും ആർക്കും ദുഃഖം നൽകുന്നില്ല. ബാബ വന്നിരിക്കുന്നത് തന്നെ സുഖിയാക്കി മാറ്റാനാണ്. നിങ്ങളും ഒരു പ്രകാരത്തിലും ദുഃഖം ആർക്കും കൊടുക്കരുത്. അങ്ങനെയുള്ള ഒരു കർമ്മവും ചെയ്യരുത്. മനസ്സിൽ പോലും വരരുത്. എന്നാൽ ഈ അവസ്ഥ അവസാനമാണ് ഉണ്ടാകുന്നത്. കർമ്മേന്ദ്രിയങ്ങളിലൂടെ എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിക്കുന്നു. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കുകയും മറ്റുള്ളവരെയും ആത്മാവാകുന്ന സഹോദരനായി കാണുകയുമാണെങ്കിൽ പിന്നീട് ആർക്കും ദുഃഖം കൊടുക്കില്ല. ശരീരത്തെ തന്നെ കാണുന്നില്ലെങ്കിൽ ദുഃഖം എങ്ങനെ നൽകും? ഇതിൽ ഗുപ്തമായ പരിശ്രമമുണ്ട്. ഇതെല്ലാം ബുദ്ധിയുടെ ജോലിയാണ്. ഇപ്പോൾ നിങ്ങൾ പവിഴ ബുദ്ധികളായി മാറുകയാണ്. നിങ്ങൾ പവിഴ ബുദ്ധികളായിരുന്നപ്പോൾ ഒരുപാട് സുഖം കണ്ടു. നിങ്ങൾ തന്നെ ആയിരുന്നല്ലോ സുഖധാമത്തിൻ്റെ അധികാരികൾ. ഇതാണ് ദുഃഖധാമം. ഇത് വളരെ എളുപ്പമാണ്. ശാന്തിധാമം മധുരമായ വീടാണ്. പിന്നീട് അവിടെ നിന്നാണ് പാർട്ട് അഭിനയിക്കാൻ വന്നത്. ദുഃഖത്തിൻ്റെ പാർട്ട് ഒരുപാട് സമയം അഭിനയിച്ചു. ഇപ്പോൾ സുഖധാമത്തിലേക്ക് പോകണം. അതിനാൽ പരസ്പരം സഹോദര സഹോദരങ്ങളാണെന്ന് മനസ്സിലാക്കണം. ആത്മാവ് ആത്മാവിന് ദുഃഖം നൽകാൻ സാധിക്കില്ല. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ആത്മാവിനോടാണ് സംസാരിക്കുന്നത്. ആത്മാവ് തന്നെയാണ് സിംഹാസനത്തിലിരിക്കുന്നത്. ഈ ബ്രഹ്മാവും ശിവബാബയുടെ രഥമാണല്ലോ. കുട്ടികൾ പറയാറുണ്ട്, നമ്മൾ ശിവബാബയുടെ രഥത്തെ അലങ്കരിക്കുകയാണ്, ശിവബാബയുടെ രഥത്തെ കഴിപ്പിക്കുകയാണ്. അപ്പോൾ ശിവബാബയെ തന്നെയാണ് ഓർമ്മ വരുന്നത്. ശിവബാബ മംഗളകാരിയായ അച്ഛനാണ്. പറയുന്നു, ഞാൻ 5 തത്വങ്ങളുടെയും മംഗളം നേരുന്നു. സത്യുഗത്തിൽ ഒരു വസ്തു പോലും ബുദ്ധിമുട്ടിക്കില്ല. ഇവിടെയാണെങ്കിൽ ചിലപ്പോൾ കൊടുങ്കാറ്റ്, ചിലപ്പോൾ തണുപ്പ്, ചിലപ്പോൾ എന്തെല്ലാമാണ് സംഭവിക്കുന്നത്. സത്യുഗത്തിൽ സദാ വസന്തകാലമായിരിക്കും. ദുഃഖത്തിൻ്റെ പേര് പോലുമില്ല. അത് സ്വർഗമാണ്. നിങ്ങളെ സ്വർഗത്തിൻ്റെ അധികാരിയാക്കി മാറ്റാനായി ബാബ വന്നിരിക്കുകയാണ്. ഉയർന്നതിലും വെച്ച് ഉയർന്നത് ഭഗവാനാണ്. ഉയർന്നതിലും ഉയർന്ന ബാബ ഉയർന്നതിലും ഉയർന്ന സുപ്രീം ടീച്ചറുമാണ്. അതിനാൽ തീർച്ചയായും ഉയർന്നതിലും ഉയർന്നതാക്കിയല്ലേ മാറ്റുകയുള്ളൂ.
നിങ്ങൾ ലക്ഷ്മി നാരായണനായിരുന്നല്ലോ. ഈ കാര്യങ്ങളെല്ലാം മറന്നുപോയിരിക്കുകയാണ്. ഇത് ബാബ തന്നെയാണ് ഇരുന്ന് മനസ്സിലാക്കി തരുന്നത്. ഋഷി മുനിമാരോട് താങ്കൾക്ക് രചനയെയും രചയിതാവിനെയും അറിയാമോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അറിയില്ല എന്ന് പറയുമായിരുന്നു. അവർക്ക് തന്നെ ജ്ഞാനമുണ്ടായിരുന്നില്ല എങ്കിൽ പിന്നെങ്ങനെയാണ് പരമ്പരയായി നടന്നു വരിക? ബാബ പറയുന്നു, ഈ ജ്ഞാനം ഞാൻ ഇപ്പോൾ മാത്രമാണ് നൽകുന്നത്. സദ്ഗതിയുണ്ടായാൽ പിന്നെ നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല. ദുർഗതി ഉണ്ടാകുന്നേയില്ല. സത്യുഗത്തെ പറയുന്നത് തന്നെ സദ്ഗതി എന്നാണ്. ഇവിടെയുള്ളത് ദുർഗതിയാണ്. എന്നാൽ നമ്മൾ ദുർഗതിയിലാണെന്നു പോലും ആർക്കും അറിയില്ല. മുക്തിദാതാവെന്നും വഴികാട്ടിയെന്നും തോണിക്കാരനെന്നും ബാബയെക്കുറിച്ച് പാടാറുണ്ട്. വിഷയസാഗരത്തിൽ നിന്ന് എല്ലാവരുടെയും തോണി അക്കരെ എത്തിക്കുന്നു. ബാബയെ ക്ഷീരസാഗരമെന്നാണ് പറയുന്നത്. വിഷ്ണുവിനെ ക്ഷീരസാഗരത്തിലാണ് കാണിക്കുന്നത്. ഇതെല്ലാം ഭക്തിമാർഗത്തിലെ മഹിമയാണ്. വലിയ വലിയ കുളങ്ങളുണ്ട്. അതിൽ വിഷ്ണുവിൻ്റെ വലിയ ചിത്രം കാണിക്കുന്നുണ്ട്. ബാബ മനസ്സിലാക്കി തരുന്നു, നിങ്ങൾ തന്നെയാണ് മുഴുവൻ വിശ്വത്തിലും രാജ്യം ഭരിച്ചിരുന്നത്. ഒരുപാട് തവണ തോൽക്കുകയും വിജയം പ്രാപ്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ബാബ പറയുന്നു, കാമം മഹാശത്രുവാണ്. അതിനോട് വിജയം പ്രാപ്തമാക്കുന്നതിലൂടെ നിങ്ങൾ വിശ്വത്തെ ജയിച്ചവരായി മാറും. അപ്പോൾ സന്തോഷത്തോടു കൂടിയല്ലേ ആയിത്തീരേണ്ടത്. ഗൃഹസ്ഥ വ്യവഹാരത്തിലും പ്രവൃത്തി മാർഗത്തിലും ഇരിക്കൂ. എന്നാൽ താമര പുഷ്പത്തിന് സമാനം പവിത്രമായി കഴിയൂ. ഇപ്പോൾ നിങ്ങൾ മുള്ളിൽ നിന്ന് പൂവായി മാറുകയാണ്. ഇതാണ് മുള്ളുകളുടെ കാടെന്ന് മനസ്സിലാക്കാൻ കഴിയും. പരസ്പരം എത്രയാണ് ഉപദ്രവിക്കുന്നത്, കൊല്ലുന്നു. അതിനാൽ ബാബ മധുരമധുരമായ കുട്ടികളോട് പറയുകയാണ്, ഇപ്പോൾ നിങ്ങളെല്ലാവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ്. ചെറിയവരുടെയും വലിയവരുടെയും എല്ലാം വാനപ്രസ്ഥ അവസ്ഥയാണ്. നിങ്ങൾ വാണിയിൽ നിന്നും ഉപരി പോകാനാണല്ലോ പഠിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ സദ്ഗുരുവിനെ ലഭിച്ചു കഴിഞ്ഞു. സദ്ഗുരു ആകുന്ന ബാബ നിങ്ങളെ വാനപ്രസ്ഥത്തിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഇതാണ് സർവകലാശാല. ഭഗവാന്റെ വാക്കുകളാണല്ലോ. ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിച്ച് രാജാക്കന്മാരുടെയും രാജാവാക്കി മാറ്റുന്നു. പൂജ്യരായിരുന്ന രാജാക്കന്മാർ തന്നെയാണ് പൂജാരിയായ രാജാക്കന്മാരായി മാറുന്നത്. അതിനാൽ ബാബ പറയുന്നു, കുട്ടികളെ നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യൂ. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യൂ. കഴിക്കുകയും കുടിക്കുകയും ചെയ്തോളൂ. ശ്രീനാഥ ക്ഷേത്രത്തിലേക്കും പോയിക്കോളൂ. അവിടെ നെയ്യ് കൊണ്ടുണ്ടാക്കിയ പ്രസാദം ധാരാളം ലഭിക്കുന്നു. നെയ്യിൻ്റെ കിണർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിക്കുന്നതാരാണ്? പൂജാരി. ശ്രീനാഥനെയും ജഗന്നാഥനെയും രണ്ടുപേരെയും കറുത്തതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ജഗന്നാഥ ക്ഷേത്രത്തിൽ ദേവതകളുടെ മോശമായ ചിത്രങ്ങളുണ്ട്. അവിടെ അരി കൊണ്ടുള്ള പ്രസാദം ഉണ്ടാക്കുന്നു. അരി വെന്ത് കഴിയുമ്പോൾ 4 ഭാഗങ്ങളാകുന്നു. വെറും അരി കൊണ്ടുള്ള പ്രസാദമാണ് ഉണ്ടാക്കുക. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ വിശേഷതയൊന്നുമില്ലല്ലോ. ഒരു വശത്ത് ദരിദ്രനും മറുവശത്ത് ധനവാനും. ഇപ്പോൾ നോക്കൂ, എത്ര ദരിദ്രരാണ്. കഴിക്കാനും കുടിക്കാനും ഒന്നും ലഭിക്കുന്നില്ല. സത്യുഗത്തിൽ എല്ലാം ഉണ്ട്. അതിനാൽ ബാബ ആത്മാക്കൾക്ക് മനസ്സിലാക്കി തരികയാണ്. ശിവബാബ വളരെ മധുരമാണ്. ബാബ നിരാകാരനാണ്. സ്നേഹിക്കുന്നത് ആത്മാവിനെയല്ലേ? ആത്മാവിനെ തന്നെയാണ് വിളിക്കുന്നത്. ശരീരം കത്തിയെരിഞ്ഞു പോയി. ശരീരത്തിലുണ്ടായിരുന്ന ആത്മാവാണ്. ജ്യോതി തെളിയിക്കുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കാം ആത്മാവിനാണ് അന്ധകാരം ഉണ്ടാകുന്നതെന്ന്. ആത്മാവിന് ശരീരമില്ല, പിന്നെ അന്ധകാരത്തിൻ്റെ എല്ലാം കാര്യം എങ്ങനെ ഉണ്ടാകാനാണ്?
സത്യുഗത്തിൽ ഈ കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല. ഇതെല്ലാം ഭക്തി മാർഗമാണ്. ബാബ എത്ര നല്ല രീതിയിലാണ് മനസ്സിലാക്കി തരുന്നത്. ജ്ഞാനം വളരെ മധുരമാണ്. ഇതിൽ കണ്ണു തുറന്ന് കേൾക്കണം. ബാബയെ നോക്കുമല്ലോ. നിങ്ങൾക്കറിയാം, ശിവബാബ ഈ ബ്രഹ്മാവിൻ്റെ ഭ്രൂമധ്യത്തിൽ ഇരിക്കുകയാണ്. അതിനാൽ കണ്ണു തുറന്നിരിക്കണമല്ലോ. പരിധിയില്ലാത്ത ബാബയെ നോക്കണമല്ലോ. മുൻപെല്ലാം കുട്ടികൾ ബാബയെ കാണുമ്പോൾ തന്നെ ധ്യാനത്തിലേക്ക് പോകുമായിരുന്നു. പരസ്പരം ഇരിക്കെ തന്നെ ധ്യാനത്തിലേക്ക് പോകുമായിരുന്നു. കണ്ണുകൾ അടച്ച് ഓടിക്കൊണ്ടേയിരിക്കുമായിരുന്നു. അത്ഭുതമായിരുന്നില്ലേ? ബാബ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു. പരസ്പരം കാണുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കൂ, നമ്മൾ സഹോദരാത്മാവിനോടാണ് സംസാരിക്കുന്നത്. സഹോദരനാണ് മനസ്സിലാക്കി കൊടുക്കുന്നത്. നിങ്ങൾ പരിധിയില്ലാത്ത ബാബയുടെ നിർദ്ദേശം സ്വീകരിക്കില്ലേ? നിങ്ങൾ ഈ അവസാന ജന്മം പവിത്രമായി മാറുകയാണെങ്കിൽ പവിത്രമായ ലോകത്തിൻ്റെ അധികാരിയായി മാറും. ബാബ ഒരുപാട് പേർക്ക് മനസ്സിലാക്കി തരുന്നു. ചിലർ പെട്ടെന്ന് തന്നെ പറയുന്നു, ബാബ, ഞങ്ങൾ തീർച്ചയായും പവിത്രമായി മാറാം. പവിത്രമായി ഇരിക്കുന്നത് നല്ലതാണ്. കുമാരി പവിത്രമാണെങ്കിൽ എല്ലാവരും തലകുനിക്കുന്നു. വിവാഹം കഴിക്കുമ്പോൾ പൂജാരിയായി മാറുന്നു. എല്ലാവരുടെ മുന്നിലും തല കുനിക്കേണ്ടതായി വരുന്നു. അപ്പോൾ പവിത്രത നല്ലതല്ലേ? പവിത്രതയുണ്ടെങ്കിൽ ശാന്തിയും സമ്പത്തും ഉണ്ട്. മുഴുവൻ ആധാരവും പവിത്രതയിലാണ്. അല്ലയോ പതിത പാവന, വരൂ എന്ന് വിളിക്കുന്നുമുണ്ട്. പാവനമായ ലോകത്തിൽ രാവണൻ ഉണ്ടാകുന്നില്ല. അത് രാമരാജ്യമാണ്. എല്ലാവരും ഒറ്റക്കെട്ടായിരിക്കും. ധർമ്മത്തിൻ്റെ രാജ്യമാണ്. പിന്നെ എങ്ങനെ രാവണൻ വന്നു? രാമായണമെല്ലാം എത്ര സ്നേഹത്തോടെയാണ് ഇരുന്ന് കേൾപ്പിക്കുന്നത്. ഇതെല്ലാം ഭക്തിയാണ്. അപ്പോൾ കുട്ടികൾ സാക്ഷാത്കാരത്തിൽ നൃത്തമാടാൻ തുടങ്ങുന്നു. സത്യത്തിൻ്റെ തോണിയെക്കുറിച്ചുള്ള മഹിമയുണ്ട്. ഇളകും, എന്നാൽ മുങ്ങില്ല. മറ്റൊരു സത്സംഗങ്ങളിലും പോകുന്നതിന് വിലക്കില്ല. ഇവിടെ എത്രയാണ് പിടിച്ചു നിൽക്കുന്നത്? ബാബ നിങ്ങൾക്ക് ജ്ഞാനം നൽകുന്നു. നിങ്ങൾ ബ്രഹ്മകുമാരനും ബ്രഹ്മകുമാരിയുമായി മാറുന്നു. തീർച്ചയായും ബ്രാഹ്മണനായി മാറണം. ബാബ സ്വർഗം സ്ഥാപിക്കുന്നവനാണ്. അതിനാൽ നമ്മളും തീർച്ചയായും സ്വർഗത്തിലെ അധികാരികളായിരിക്കണം. നമ്മൾ എന്തിനാണ് നരകത്തിൽ കിടക്കുന്നത്? ഇപ്പോൾ മനസ്സിലാക്കുന്നു, നമ്മളും പൂജാരികളായിരുന്നു. ഇപ്പോൾ വീണ്ടും 21 ജന്മങ്ങളിലേക്ക് വേണ്ടി പൂജ്യരായി മാറുന്നു. 63 ജന്മം പൂജാരിയായി മാറി. ഇപ്പോൾ വീണ്ടും നമ്മൾ പൂജ്യരും സ്വർഗത്തിൻ്റെ അധികാരിയുമായി മാറും. ഇത് നരനിൽ നിന്ന് നാരായണനായി മാറാനുള്ള ജ്ഞാനമാണ്. ഭഗവാനുവാചയാണ്, ഞാൻ നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കി മാറ്റുന്നു. പതീതമായ രാജാക്കന്മാർ പാവനമായ രാജാക്കന്മാരെ നമിക്കുകയും വന്ദിക്കുകയും ചെയ്യും. ഓരോ രാജാക്കന്മാരുടെയും കൊട്ടാരങ്ങളിൽ ക്ഷേത്രങ്ങൾ തീർച്ചയായും ഉണ്ടായിരിക്കും. അതും രാധാകൃഷ്ണൻ്റെ അല്ലെങ്കിൽ ലക്ഷ്മി നാരായണൻ്റെ, അതുമല്ലെങ്കിൽ സീതാരാമൻ്റെ. ഇന്നത്തെ കാലത്ത് ഹനുമാന്റെയും ഗണപതിയുടെയും ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, വാസ്തവത്തിൽ നമ്മൾ തന്നെയാണ് രാജ്യം ഭരിച്ചത്. പിന്നീട് വാമമാർഗത്തിൽ വീഴുന്നു. നിങ്ങളുടെ ഈ ജന്മം അന്തിമമായ ജന്മമാണെന്ന് ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരുന്നു. മധുരമധുരമായ കുട്ടികളെ, ആദ്യം നിങ്ങൾ സ്വർഗത്തിലായിരുന്നു. പിന്നീട് ഇറങ്ങി താഴ്ന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾ പറയും, നമ്മൾ വളരെ ഉയർന്നവരായിരുന്നു. വീണ്ടും ബാബ നമ്മളെ ഉയർന്നതാക്കി മാറ്റുകയാണ്. നമ്മൾ ഓരോ 5000 വർഷം കൂടുമ്പോൾ പഠിച്ചു വരുന്നു. ഇതിനെയാണ് ലോകത്തിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ആവർത്തിക്കുക എന്ന് പറയുന്നത്. ബാബ പറയുന്നു,
ഞാൻ നിങ്ങൾ കുട്ടികളെ വിശ്വത്തിൻ്റെ അധികാരികളാക്കി മാറ്റുകയാണ്. മുഴുവൻ വിശ്വത്തിലും നിങ്ങളുടെ രാജ്യമായിരിക്കും. ഗീതത്തിലുമുണ്ടല്ലോ, ബാബ അങ്ങ് നൽകുന്ന രാജ്യം മറ്റാർക്കും തട്ടിയെടുക്കാൻ സാധിക്കില്ല എന്ന്. ഇപ്പോൾ എത്ര വിഭജനമാണ്! വെള്ളത്തിൻ്റെ പേരിൽ, ഭൂമിയുടെ പേരിൽ കലഹിച്ചുകൊണ്ടിരിക്കുന്നു. അവനവൻ്റെ പ്രദേശത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. സമ്മതിക്കുന്നില്ലെങ്കിൽ കുട്ടികൾ കല്ലെറിയാൻ തുടങ്ങും. ഇവർ നവയുഗ യോദ്ധാക്കളായി ഭാരതത്തെ രക്ഷിക്കുമെന്ന് അവർ മനസ്സിലാക്കുന്നു. ആ യോദ്ധാക്കളുടെ ശക്തിയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കൂ. രാവണൻ്റെ രാജ്യമല്ലേ? ബാബ പറയുന്നു, ഇത് ആസുരീയ സമ്പ്രദായമാണ്. നിങ്ങളിപ്പോൾ ദൈവിക സമ്പ്രദായത്തിലുള്ളവരായി മാറുകയാണ്. എങ്ങനെയാണ് വീണ്ടും ദേവതകളുടെയും അസുരന്മാരുടെയും യുദ്ധമുണ്ടാകുന്നത്? നിങ്ങൾ ഡബിൾ അഹിംസകരായി മാറുകയാണ്. ദേവതകൾ ഡബിൾ അഹിംസകരാണ്. ദേവീ ദേവതകളെ ഡബിൾ അഹിംസകരെന്നാണ് പറയുന്നത്. അഹിംസാപരമായ ദേവീ ദേവതാ ധർമ്മം എന്നാണ് പറയുന്നത്. ബാബ മനസ്സിലാക്കി തന്നു, ആർക്കെങ്കിലും വാക്കുകളിലൂടെ ദുഃഖം നൽകുന്നതും ഹിംസയാണ്. നിങ്ങൾ ദേവതകളായി മാറുമ്പോൾ ഓരോ കാര്യത്തിലും രാജകീയത വേണം. കഴിക്കുന്നതും കുടിക്കുന്നതും ഒരുപാട് ഉയർന്നതോ വളരെ ലഘുവോ ആകരുത്. ഏകരസമായിരിക്കണം. രാജാക്കന്മാർ വളരെ കുറച്ചു മാത്രമേ സംസാരിക്കുകയുള്ളൂ. പ്രജകൾക്കും രാജാക്കന്മാരോട് വളരെയധികം സ്നേഹമുണ്ടാകും. ഇവിടെ നോക്കൂ, എന്താണ് അവസ്ഥ? എത്ര പ്രക്ഷോഭങ്ങളാണ്! ബാബ പറയുന്നു, ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഞാൻ വന്ന് വിശ്വത്തിൽ ശാന്തി സ്ഥാപിക്കുന്നത്. എല്ലാവരും ചേർന്ന് ഒന്നാകണമെന്ന് ഗവൺമെൻറ്റും ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും സഹോദരന്മാരാണെങ്കിലും ഇത് നാടകമാണല്ലോ. ബാബ കുട്ടികളോട് പറയുന്നു, നിങ്ങൾക്കൊരു ചിന്തയും വേണ്ട. ധാന്യങ്ങൾക്കിപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. സത്യയുഗത്തിൽ ധാന്യങ്ങൾ ഒരുപാടുണ്ടായിരിക്കും. പൈസയില്ലാതെ എത്ര വേണമെങ്കിലും എടുക്കാൻ സാധിക്കും. ഇപ്പോൾ അങ്ങനെയുള്ള ദൈവികമായ രാജധാനിയാണ് സ്ഥാപിക്കുന്നത്. ഒരു രോഗങ്ങളും വരാത്ത തരത്തിലാണ് നമ്മുടെ ആരോഗ്യത്തെയും നോക്കുന്നത്. ഇത് ഗ്യാരണ്ടിയാണ്. പെരുമാറ്റവും ദേവതകളെ പോലെയാക്കി മാറ്റുന്നു. മന്ത്രിമാർക്കും അതേപോലെ മനസ്സിലാക്കി കൊടുക്കണം. യുക്തിയോടുകൂടി മനസ്സിലാക്കി കൊടുക്കണം. അഭിപ്രായമൊക്കെ നന്നായി എഴുതും, എന്നാൽ താങ്കളും മനസ്സിലാക്കൂ എന്ന് പറഞ്ഞാൽ പറയും സമയമില്ല എന്ന്. താങ്കൾ വലിയ ആളുകൾ പറയുകയാണെങ്കിൽ പാവപ്പെട്ടവരുടെയും മംഗളമുണ്ടാകും. ബാബ മനസ്സിലാക്കി തരുന്നു, ഇപ്പോൾ എല്ലാവരുടെയും തലയ്ക്ക് മുകളിൽ കാലനാണ്, അതായത് മരണമാണ്. ഇന്ന് നാളെ എന്ന് പറഞ്ഞ് കാലൻ വിഴുങ്ങും. നിങ്ങൾ കുംഭകർണനെ പോലെയായി മാറിയിരിക്കുകയാണ്. കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ വളരെ ആനന്ദവും ഉണ്ടാകുന്നുണ്ട്. ബാബ തന്നെയാണ് ഈ ചിത്രങ്ങളെല്ലാം ഉണ്ടാക്കിപ്പിച്ചത്. ദാദയ്ക്ക് ഈ ജ്ഞാനമുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് സമ്പത്ത് ലൗകികത്തിലും പാരലൗകികത്തിൽ നിന്നുമാണ് ലഭിക്കുന്നത്. അലൗകിക ബാബയിൽ നിന്ന് സമ്പത്ത് ലഭിക്കുന്നില്ല. ഈ ദാദ ദലാലാണ്. ദാദയ്ക്ക് സമ്പത്തില്ല. പ്രജാപിത ബ്രഹ്മാവിനെ ഓർമ്മിക്കരുത്. ബ്രഹ്മാവിൽ നിന്ന് നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല. ബ്രഹ്മാവും പഠിക്കുകയാണ്. സമ്പത്തുള്ളത് ഒന്ന് പരിധിയുള്ളതും മറ്റൊന്ന് പരിധിയില്ലാത്ത അച്ഛനുമാണ്. പ്രജാപിത ബ്രഹ്മാവ് എന്താണ് നൽകുന്നത്? ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ഈ ബ്രഹ്മാവ് രഥമല്ലേ? രഥത്തെ ഓർമ്മിക്കണ്ടല്ലോ. ഉയർന്നതിലും വെച്ച് ഉയർന്നത് ഭഗവാനാണെന്ന് പറയുന്നു. ബാബ ആത്മാക്കൾക്കിരുന്ന് മനസ്സിലാക്കി തരികയാണ്. ആത്മാവ് തന്നെയാണല്ലോ എല്ലാം ചെയ്യുന്നത്. ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് എടുക്കുന്നു.
സർപ്പത്തിൻ്റെ ഉദാഹരണമുണ്ടല്ലോ. നിങ്ങൾ തന്നെയാണ് വേട്ടാളന്മാർ. ജ്ഞാനത്തിൻ്റെ ബൂം ചെയ്യൂ. ജ്ഞാനം കേൾപ്പിച്ച് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും വിശ്വത്തിൻ്റെ അധികാരികളാക്കി മാറ്റാൻ സാധിക്കും. വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്ന ബാബയെ എന്തുകൊണ്ട് ഓർമ്മിക്കില്ല? അപ്പോൾ ബാബ വന്നിരിക്കുകയാണ്. അതിനാൽ എന്തുകൊണ്ട് സമ്പത്തെടുത്തുകൂടാ? സമയം കിട്ടുന്നില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നു? നല്ല നല്ല കുട്ടികൾ സെക്കൻഡിൽ മനസ്സിലാക്കും. ബാബ മനസ്സിലാക്കി തന്നു. മനുഷ്യർ ലക്ഷ്മിയുടെ പൂജ ചെയ്യുന്നു. ലക്ഷ്മിയിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്? പിന്നീട് മമ്മയിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്? ലക്ഷ്മി സ്വർഗത്തിലെ ദേവിയാണ്. ലക്ഷ്മിയോട് ധനം യാചിക്കുന്നു. അംബ വിശ്വത്തിലെ അധികാരിയാക്കി മാറ്റുന്നു. എല്ലാ മനോകാമനകളും പൂർത്തീകരിക്കുന്നു. ശ്രീമതത്തിലൂടെയാണ് എല്ലാ മനോകാമനകളും പൂർത്തീകരിക്കുന്നത്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഒരു തെറ്റും ഉണ്ടാകരുത്. ഇതിനുവേണ്ടി ഞാൻ ആത്മാവാണ്. ഈ സ്മൃതി ഉറപ്പാക്കണം. ശരീരത്തെ കാണരുത്. ഒരു ബാബയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. 2. ഇപ്പോൾ വാനപ്രസ്ഥ അവസ്ഥയാണ്. അതിനാൽ വാണിയിൽ നിന്ന് ഉപരി പോകാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. തീർച്ചയായും പവിത്രമായി മാറണം. ബുദ്ധിയിലുണ്ടായിരിക്കണം. സത്യത്തിൻ്റെ തോണി ഇളകും, പക്ഷെ മുങ്ങില്ല. അതിനാൽ വിഘ്നങ്ങളെ പേടിക്കരുത്. വരദാനം: ഡ്രാമയുടെ ജ്ഞാനത്തെ മനസ്സിലാക്കി ഉറച്ച സ്ഥിതി ഉണ്ടാക്കുന്ന പ്രകൃതി ജീത്തും മായാജീത്തുമായി ഭവിക്കട്ടെ. പ്രകൃതിയിൽ നിന്ന് അഥവാ മായയിൽ നിന്ന് എങ്ങനെയുള്ള പേപ്പറുകൾ വരികയാണെങ്കിലും അല്പം പോലും ഇളകരുത്. എന്തുകൊണ്ട് എന്നീ ചോദ്യങ്ങൾ വരികയോ ഏതെങ്കിലും പ്രശ്നങ്ങളുമായി യുദ്ധം ചെയ്യുകയോ ചെയ്താൽ പരാജിതരാകും. അതിനാൽ എന്തു തന്നെ സംഭവിച്ചാലും ഉള്ളിൽ ആഹാ മധുരമായ ഡ്രാമ, ആഹാ എന്ന ശബ്ദം ഉയരണം. അയ്യോ എന്തുപറ്റി എന്ന സങ്കല്പം പോലും വരരുത്. ഒരു സങ്കല്പത്തിൽ പോലും ഇളക്കമില്ലാത്ത സ്ഥിതി ഉണ്ടാകണം. സദാ ഉറച്ചതും ഇളകാത്തതുമായ സ്ഥിതി ഉണ്ടാവുകയാണെങ്കിൽ പ്രകൃതി ജീത്ത് അഥവാ മായ ജീത്തായി മാറട്ടെ എന്ന വരദാനം പ്രാപ്തമാകും. സ്ലോഗൻ: സന്തോഷ വാർത്തകൾ കേൾപ്പിച്ച് സന്തോഷം നൽകുന്നത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർത്തവ്യം. അവ്യക്ത സൂചന: ഇപ്പോൾ സമ്പന്നവും കർമാതീതവുമായി മാറാനുള്ള ദൃഢസങ്കല്പം എടുക്കൂ. ഇപ്പോൾ മഹാരഥികളുടെ പുരുഷാർത്ഥം ഈ പ്രാക്ടീസിൻ്റേതാണ്. ഇപ്പോഴിപ്പോൾ കർമ്മയോഗി, ഇപ്പോഴിപ്പോൾ കർമാതീത സ്ഥിതി. പഴയ ലോകത്ത് അവസാനത്തെ ഈ പഴയ ശരീരത്തിൽ വരുന്ന ഏതെങ്കിലും അസുഖങ്ങൾ നിങ്ങളുടെ ശ്രേഷ്ഠസ്ഥിതിയെ ഇളക്കരുത്. സ്വചിന്തനം, ജ്ഞാനചിന്തനം, ശുഭചിന്തകരായി മാറുന്നതിനുള്ള ചിന്തനം എന്നിവ ചെയ്യുന്നതിനെയാണ് കർമാതീത സ്ഥിതി എന്ന് പറയുന്നത്. ഓം ശാന്തി.